ഒരിക്കൽ അംബരീക്ഷൻ ഏകാദശി വ്രതം ആരംഭിച്ചു. അതോടെ ഇന്ദ്രാദികൾ ആശങ്കാകുലരായും. അംബരീക്ഷൻ വ്രതവിജയനായി. അനുഗ്രഹം നേടുന്നുവെങ്കിൽ തങ്ങളുടെ അവസ്ഥ എന്തായി തീരും? ആ വക ചിന്തകളോടെ ദേവകൾ ഇന്ദ്രനെ മുൻനിർത്തി ദുർവാസാവിന്റെ സവിധത്തിലണിഞ്ഞു. ദുർവാസാവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു, മഹർഷി, ദേവവംശത്തിന്റെ രക്ഷയ്ക്ക് അവിടുന്ന് മാത്രമാണ് തുണ. അംബരീക്ഷന്റെ വ്രതം പൂർണ്ണമാകുന്ന പക്ഷം ഏവരുടെയും ആരാധനയ്ക്ക് അവൻ പാത്രമായി തീരും. മഹർഷി, പിന്നെ ദേവവംശത്തിലും എനിക്ക് തന്നെയും എന്തൊരു നിലനിൽപ്പാണുള്ളത്? ഇന്ദ്ര, അംബരീക്ഷന്റെ പ്രശ്നത്തിന്മേൽ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് ഭവാൻ പറയുക. ഗർവോടെ ദുർവാസാവ് മൊഴിഞ്ഞു. ഇന്ദ്രനും ദേവാദികൾക്കും ആശ്വാസമായി. അവർ ഇപ്രകാരം ആവശ്യപ്പെട്ടു, മാമുനി ശ്രേഷ്ഠ, അങ്ങ് അംബരീക്ഷത്തിന്റെ വ്രതം മുടക്കുവാനായി യത്നിച്ചാലും അപ്രകാരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർവാസാവ് അംബരീക്ഷന്റെ സൗദത്തിലേക്ക് യാത്രയായി. മുനിയെ അംബരീഷൻ സ്വീകരിച്ചിരുത്തി. അനന്തരം അംബരീഷൻ അഭ്യർത്ഥിച്ചു, മഹർഷി, അവിടുന്ന് സ്നാനാദികൾ കഴിഞ്ഞു വന്ന് എൻ്റെ വ്രതവാസത്തിലെ ഹവിർഭാഗം ഭുജിച്ച് ധന്യനായാലും. ഇത് തന്നെ അവസരമെന്ന് മനസ്സിലായതുകൊണ്ട് ദുർവാസാവ് കുളിക്കുവാനായി പുറപ്പെട്ടു. സമയം കടന്നുപോയി. അംബരീഷിന്റെ വ്രതം അവസാനിപ്പിക്കുന്നതിനുള്ള സമയം കഴിഞ്ഞിട്ടും സ്നാനത്തിന് പോയ ദുർവാസാവ് മടങ്ങിയെത്തിയില്ല. ആശങ്കാകുലനായ രാജാവിനെ മുഖ്യ പുരോഹിതൻ സാന്ത്വനിപ്പിച്ചു. രാജൻ, അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. വ്രതം യഥാസമയം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഉള്ള പാപത്തേക്കാൾ വലുതല്ല മറ്റൊന്നും. അങ്ങ് ധൈര്യത്തോടെ വ്രതം അവസാനിപ്പിക്കേ. അതനുസരിച്ച് അംബരീഷൻ ഹവിർഭാവം കൊണ്ട് ദേവന്മാരെ ഊട്ടി വ്രതം അവസാനിപ്പിച്ചു. ഉടനെ തന്നെ ദുർവാസാവ് മടങ്ങിയെത്തി. അദ്ദേഹത്തിന്റെ മുഖം കോപത്താൽ ചുവന്നു തൊടുത്തു. ധിക്കാരി, എന്നെ സ്നാനത്തിനായി അയച്ച ശേഷം നീ ഹവിർഭാഗം ദേവന്മാർക്ക് നൽകി. ആ ഉച്ഛിഷ്ടം ഭുജിക്കുവാൻ ദുർവാസാവ് ഭിക്ഷാടകനല്ല. നീജ, ഇതിന്റെ ഫലം നീ ഇപ്പോൾ അനുഭവിക്കുന്നതാണ്. എന്ന് അലറിക്കൊണ്ട് മഹർഷി മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി. ഏവരും ഭയത്താൽ വിവർണവദനരായി. നിലകൊള്ളവേ അതിഘോര രൂപിണിയായ ഒരുവൾ അവർ പ്രത്യക്ഷയായി. ഹേ കൃത്യേ, എന്നെ പരിഹസിക്കുവാനും അപമാനിക്കുവാനും ശ്രമിച്ച ഈ അഹങ്കാരിയെ നീ നശിപ്പിക്കുക എന്ന് ദുർവാസാവ് അംബരീക്ഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. കൃത്യ എന്ന ആ ഭീകരരൂപി അംബരീക്ഷന്റെ കണ്ടത്തിൽ നേർക്ക് പാഞ്ഞു. അംബരീക്ഷൻ അനങ്ങിയതേയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഈശ്വര ചൈതന്യത്തിൽ ലീനമായി. തൊട്ടടുത്ത നിമിഷം ഹുങ്കാര ശബ്ദത്തോടെ സുദർശന ചക്രം പ്രത്യക്ഷമായി. ആ ദിവ്യായുധം കൃത്യയുടെ കണ്ടം ഛേദിച്ചു. ആർത്തനാദത്തോടെ കൃത്യ നിലം പതിച്ചു. അനന്തരം സുദർശന ചക്രം ദുർവാസാവിന് നേരെ തിരി. ഭയത്താൽ ഉതറപോയ മഹർഷി നെട്ടോട്ടമായി. അദ്ദേഹം കൈലാസത്തിലെത്തി ഭഗവാൻ പരമേശ്വരന്റെ കാൽക്കൽ വീണ് അഭയം യാചിച്ചു. ശിവശങ്കരൻ അരുളി ചെയ്തു, മഹർഷി, സുദർശന ചക്രത്തെ തടയുവാൻ എനിക്ക് സാധിക്കില്ല. ആരെയും നിഷ്പ്രഭനമാക്കാമെന്ന അങ്ങയുടെ ചിന്തയാണ് ഈ അനർത്ഥങ്ങൾക്ക് കാരണം. താങ്കളുടെ അഹങ്കാരത്തിന്റെ ഫലമാണിത്. അങ്ങയ്ക്ക് രക്ഷ നേടണമെങ്കിൽ സാധുവായ അംബരീക്ഷനെ തന്നെ അഭയം പ്രാപിക്കുക. ദുർവാസാവ് വീണ്ടും അംബരീക്ഷ സന്നിധിയിലേക്ക് പാഞ്ഞു. തൊട്ടു പിന്നാലെ സുദർശന ചക്രവും. രാജൻ, അങ്ങെനിക്ക് മാപ്പ് നൽകിയാലും. ദുർവാസാവ് നിലവിളിച്ചുപോയി. അംബരീക്ഷൻ മഹർഷിയെ സ്വാന്തനിപ്പിച്ചു. അതോടെ സുദർശന ചക്രം അപ്രത്യക്ഷമായി. അങ്ങനെ ദുർവാസാവിന്റെ അഹങ്കാരത്തിന് താൽക്കാലമായെങ്കിലും ശമനമുണ്ടായി. അടുത്തത് ചന്ദ്രസേനൻ നന്ദഗോപരായ കഥയാണ്. തുടരും.